എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വിക്ടേഴ്സ് ചാനലിൽ നമ്മളുടെ അക്കൗണ്ടൻസിയിലെ ആദ്യ ചാപ്റ്ററായ അക്കൗണ്ട്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ക്ലബ്ബ് പോലെയുള്ള സ്ഥാപനങ്ങളുടെ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നതിന് പറ്റിയിട്ടുള്ള 2 ക്ലാസ്സുകൾ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുകയുണ്ടായി. അത് കേട്ടിട്ടുണ്ടായിരിക്കും. ആ ക്ലാസ്സുകൾ വീണ്ടും ആവർത്തിക്കാനല്ല, അതേസമയം പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ സൂചിപ്പിക്കുകയും അവയ്ക്ക് സ്വാഭാവികമായിട്ടും ക്ലാസ് ശ്രദ്ധിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സംശയങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയ ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി ഈ എല്ലാ എൻ്റെ കൂട്ടുകാർക്കും നമസ്കാരം. ഒരു സാധാരണ ബിസിനസ് സ്ഥാപനമാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതുപോലെയുള്ള ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ ഒരു കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനോ ആരും ആകട്ടെ, അവർ തയ്യാറാക്കുന്ന പ്രധാന ഫൈനൽ അക്കൗണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ ലാഭനഷ്ടക്കണക്കുകളും സാമ്പത്തിക സാധ്യതയും മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഫൈനൽ അക്കൗണ്ടുകളിൽ പ്രധാനമായിട്ടും വരുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണെന്ന് കാണാം. അതേസമയം ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫൈനൽ അക്കൗണ്ടുകളിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത് 3 അക്കൗണ്ടുകളാണ്. 1 റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, 2 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, 3 ബാലൻസ് ഷീറ്റ്. ബിസിനസ് സ്ഥാപനങ്ങളിൽ ലാഭേച്ഛയുള്ള സ്ഥാപനങ്ങൾക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ലാഭം കണ്ടെത്താനാകും. എന്നാൽ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ലാഭം ഉണ്ടാക്കുന്നില്ല എന്ന് കരുതരുത്. ലാഭം എന്ന വാക്കിൻ്റെ നിർവചനത്തിലാണ് ഇവിടെ വരുന്ന വ്യത്യാസം. എന്താണ് ലാഭം? ഒരുവന്റെ റവന്യൂ വരുമാനം റവന്യൂ ചെലവിനേക്കാൾ കൂടുന്ന കാലഘട്ടത്തിൽ, അതായത് വരവ് ചെലവിനേക്കാൾ കൂടുന്ന കാലഘട്ടത്തിൽ അത് തമ്മിലുള്ള വ്യത്യാസം എക്സസ് ഇൻകം, അതിനെയാണ് നമ്മൾ ലാഭം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത്തരം ലാഭം ഒരു ലാഭേച്ഛയോടെ കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിനും ഉണ്ടായിരിക്കും. നമ്മൾ അതിനെ നെറ്റ് പ്രോഫിറ്റ് എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്നു. അതുപോലെ ലാഭേച്ഛ ഇല്ലാതെയാണ് ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നതെങ്കിലും ലാഭം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അവയെ ലാഭം എന്ന പേരിൽ വിശേഷിപ്പിക്കില്ലെന്ന് മാത്രം. ഒരു ക്ലബ്ബോ ഒരു സർക്കാർ ആശുപത്രിയോ പോലുള്ള ഒരു സ്ഥാപനം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവരും പല രീതിയിലുള്ള റവന്യൂ വരുമാനങ്ങൾ നേടുന്നുണ്ടായിരിക്കും. ഒരു ഉദാഹരണമായിട്ട് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗി അവിടെ വരുമ്പോൾ അവരിൽ നിന്നും ഈടാക്കുന്ന നാമമാത്രമായ രജിസ്ട്രേഷൻ തുകകൾ, ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അവർ മാസം തോറും നൽകേണ്ട മാസവരി തുക, ഈ തുകകൾ അവയുടെ റവന്യൂ വരുമാനമായിട്ട് കണക്കാക്കാം. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റവന്യൂ വരുമാനം അതിൻ്റെ റവന്യൂ ചെലവിനേക്കാൾ കൂടിയാൽ അത് എക്സസ് ഓഫ് ഇൻകം നേടുന്നു. പക്ഷെ അതേസമയം അതിനെ ലാഭം എന്ന പേരിൽ വിശേഷിപ്പിക്കില്ലെന്ന് മാത്രം. അതിന് മറ്റൊരു പേരിലാണ്, സർപ്ലസ് എന്ന പേരിലാണ് വിശേഷിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പം എന്തായാലും 2 സ്ഥാപനങ്ങളും പേര് വ്യത്യസ്തമായി കൊള്ളട്ടെ, ലാഭം ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. ചെലവുകൾ വരവിനെ അപേക്ഷിച്ച് കൂടുന്ന സാഹചര്യത്തിൽ അവർ ലാഭമല്ല ഉണ്ടാക്കുന്നത്, അവിടെ ഉണ്ടാകുന്നത് നഷ്ടമാണെന്ന് പറയാം. ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഈ നഷ്ടത്തെ നെറ്റ് ലോസ് എന്ന് വിശേഷിപ്പിക്കുമെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ആ നഷ്ടത്തെ മറ്റൊരു പേരിൽ ഡെഫിസിറ്റ് എന്ന പേരിലാണ് വിശേഷിപ്പിക്കുക എന്നതും ഓർമ്മയിൽ വയ്ക്കുക. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പ്രധാന ഫൈനൽ അക്കൗണ്ടുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള 3 അക്കൗണ്ടുകൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, നമ്പർ 2 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, നമ്പർ 3 ബാലൻസ് ഷീറ്റ്. ഇതിലാദ്യമായിട്ട് നമ്പർ 1 റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാം. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഇടതുവശം റെസിപ്റ്റുകൾ അഥവാ വരുമാനങ്ങൾ എഴുതാനും വലതുവശം പേയ്മെൻറ്റുകൾ അഥവാ ചെലവുകൾ എഴുതാനുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. റെസിപ്റ്റ് സൈഡിൽ പ്രധാനമായും ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്, ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ്, ഡൊണേഷനുകൾ അഥവാ സംഭാവനകൾ, സബ്സ്ക്രിപ്ഷൻ അഥവാ മാസവരികൾ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ്, എൻട്രൻസ് ഫീ, മത്സരങ്ങളും ഷോകളും നടത്തുന്നതിലൂടെയുള്ള വരുമാനം, ലൈഫ് മെമ്പർഷിപ്പ് ഫീ, ലെഗസി അഥവാ വിൽപത്രങ്ങളിലൂടെ ലഭിക്കുന്ന ഭീമമായ വരുമാനം, സെയിൽ ഓഫ് അസറ്റ്സ് എന്നിങ്ങനെ വിവിധങ്ങളായ എല്ലാവിധ വരുമാനങ്ങളും ഉൾപ്പെടുന്നു. ക്രെഡിറ്റ് സൈഡ് അഥവാ പേയ്മെൻറ്റ് സൈഡിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ്, വേജസ് ആൻഡ് സാലറീസ്, റെൻറ്റ് പെയ്ഡ്, ഇൻഷുറൻസ് പെയ്ഡ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്, ഓഡിറ്റ് ഫീ, ഓണറേറിയം, പർച്ചേസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, ട്രാവലിംഗ് എക്സ്പെൻസ്, ചാരിറ്റികൾ, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് എന്നിങ്ങനെ എല്ലാവിധത്തിലുള്ള ചെലവുകളും ഉൾപ്പെടുന്നു. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ പ്രത്യേകതകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇറ്റ് ഈസ് ഈക്വലന്റ് ടു ക്യാഷ് ബുക്ക് എന്ന് പറയാം. ക്യാഷ് ബുക്കിന് സമാനമായ രീതിയിലാണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്.
വളരെ ലളിതമായിട്ട് എന്താണ് നമുക്ക് ക്യാഷ് ബുക്ക് ഒന്ന് നോക്കാം. തൽക്കാലം നിങ്ങളുടെ അടുത്തുള്ള ഒരു ക്ലബിൽ ഒരു മെമ്പർ ആണെന്ന് കരുതുക. നിങ്ങൾ ഉത്തരവാദിത്തമുള്ള, വളരെ മിടുക്കനായ, ഉത്തരവാദിത്തത്തോടു കൂടിയിട്ട് പണമിടപാടുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് ആ ക്ലബിന്റെ പ്രസിഡന്റിന് തോന്നുകയും നിങ്ങൾ അവിടുത്തെ കേഷ്യറായിട്ട് നിയമിക്കുകയും ചെയ്തു. പണം വാങ്ങുവാനും ചെലവാക്കാനും ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയാണ് കേഷ്യർ. ഒരു കേഷ്യറുടെ കയ്യിൽ എന്തുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശ് സൂക്ഷിക്കാനായിട്ടൊരു ബാഗും ഉണ്ടായിരിക്കും, കണക്കെഴുതാനായിട്ടൊരു പുസ്തകം ഉണ്ടായിരിക്കും. ബാഗിൽ ഒരു അറ ഉണ്ടാവും എന്ന് കരുതുക. പുസ്തകത്തിന് ഒരു അറ പോരാ. പുസ്തകത്തിന്റെ ഒരു പേജിൽ 2 വശങ്ങൾ വേണം. എന്തിനാ 2 വശങ്ങൾ? ഒന്ന് വരുന്ന തുകകൾ എഴുതി വയ്ക്കാനും മറ്റൊന്ന് പോകുന്ന തുകകൾ എഴുതി വയ്ക്കാനും. അതായത് 2 വശം, റെസിപ്റ്റ്, പേയ്മെന്റ്. ഇനി റെസിപ്റ്റ് വശത്തിൽ എന്തൊക്കെയാണ് ഒരു കേഷ്യർ എഴുതി വയ്ക്കുക? പലതരത്തിൽപ്പെട്ട വരുമാനങ്ങൾ ഒരു കേഷ്യറുടെ കയ്യിലേക്ക് വന്നേക്കാം. നിങ്ങളൊരു ക്ലബിലെ കേഷ്യർ ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന വരവുകൾ എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തെ വരവാണ് പ്രധാനമായിട്ടും സബ്സ്ക്രിപ്ഷൻ. ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ക്ലബിലെ അംഗമാണെങ്കിൽ നമ്മൾ മാസം തോറുമോ അല്ലെങ്കിൽ നിശ്ചിത കാലഘട്ടത്തിലോ കൊടുക്കേണ്ട തുകയാണ് സബ്സ്ക്രിപ്ഷൻ. ആ ടേം ബൈഹാർട്ട് പിടിച്ചു വെക്കണം. സബ്സ്ക്രിപ്ഷൻ, മാസവരി. ഓരോരുത്തരായിട്ടും അവരവരുടെ സബ്സ്ക്രിപ്ഷനുകൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. അപ്പോൾ നിങ്ങൾ അത് എവിടെ രേഖപ്പെടുത്തും? നേരത്തെ പറഞ്ഞ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിലെ റെസിപ്റ്റ് അഥവാ വരുമാനം, വരവ് എന്ന കോളത്തിലാണ് ആ തുകകൾ എഴുതി വയ്ക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് കേഷ്യർക്ക് വേറൊരു സംഭവം ഉണ്ടാകുന്നതാണ് വ്യത്യസ്ത ചെലവുകൾ ദൈനംദിനം ഉണ്ടായിരിക്കും. ഒരു ക്ലബിൻ്റെതായ വ്യത്യസ്ത ചെലവുകളെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ എന്തുണ്ടായിരിക്കും? ഒന്ന്, കറണ്ട് ബില്ല് അടയ്ക്കേണ്ടി വരും, ടെലിഫോൺ ബില്ല് അടയ്ക്കേണ്ടി വരും, വെള്ളക്കരം വാട്ടർ ബില്ല് അടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ ന്യൂസ് പേപ്പറോ മാഗസിനുകളോ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ തുക ഇടയ്ക്കിടയ്ക്ക് നൽകേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ എവിടെ എഴുതേണ്ടി വരും? റെസിപ്റ്റ് സൈഡിൽ എഴുതാൻ കഴിയുമോ? ഇല്ല. അത് രണ്ടാമത്തെ വശമായ, വലതുവശമായ പേയ്മെന്റ് സൈഡിൽ നമ്മൾ ഈ പറഞ്ഞ ചെലവുകളൊക്കെ എഴുതി. ഇങ്ങനെ ഒരു വശത്ത് റെസിപ്റ്റും മറുവശത്ത് പേയ്മെന്റുമായിട്ട് എഴുതി വെക്കുന്ന ഒരു പുസ്തകത്തെ പറ്റി ചിന്തിക്കുക. ലളിതമായി പറഞ്ഞാൽ അത് തന്നെയാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ബാഗിലെ തുക എത്രയുണ്ടെന്ന് കാണാനായിട്ട് 2 മാർഗമുണ്ട്. ഒന്ന് ആലോചിച്ചിട്ട് പറയാമോ എന്താണ് 2 മാർഗം? ഒന്ന്, ബാഗിന്റെ സിബ് തുറക്കുക, തപ്പുക. തപ്പുമ്പോൾ അതിൽ കാണാം ബാഗിൽ ഇത്ര തുകയുണ്ടെന്ന്. രണ്ടാമത്തെ ഒരു മാർഗം എന്താണെന്ന് പറയാമോ? അതാണ് ഒരു അക്കൗണ്ടന്റിന്റെ ഒരു മാർഗം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിലെ റെസീപ്റ്റ് സൈഡുകളും ടോട്ടൽ ചെയ്യുക, വരവ് സൈഡുകൾ ടോട്ടൽ ചെയ്യുക, ഒപ്പം തന്നെ പേയ്മെന്റ് സൈഡുകൾ, ചെലവ് സൈഡുകളും ടോട്ടൽ ചെയ്യുക. വരവും ചെലവും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. അതായിരിക്കും എന്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയാം. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ്, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്ന തുക തന്നെയായിരിക്കും ഒരു കേഷ്യറുടെ ക്യാഷ് ബോക്സിൽ അഥവാ ബാഗിൽ ഉണ്ടായിരിക്കുന്ന തുക. അപ്പം ഇതാണ് ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ സ്വഭാവം. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് ഇറ്റ് ഷോസ് ടോട്ടൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഇർറെസ്പെക്റ്റീവ് ഓഫ് ദ പീരീഡ്. ഇർറെസ്പെക്റ്റീവ് ഓഫ് ദ പീരീഡ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കാലഘട്ടം നോക്കാതെ എന്നർത്ഥം. നമ്മളൊരു ക്ലബിലെ കേഷ്യറാണ്. നമ്മുടെ കയ്യിൽ ക്ലബിലെ ഒരു മെമ്പർ ഒരു 2000 രൂപയുമായിട്ട് വരികയാണ് നമ്മുടെ മുന്നിൽ. നമ്മളോട് പറയുന്നു, മാമോ എൻ്റെ കയ്യിൽ ഒരു 2000 രൂപയുണ്ട്, ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടുത്തെ മാസവരി സബ്സ്ക്രിപ്ഷൻ തുക അടച്ചിട്ടില്ല, പൈസ ഉണ്ടായിരുന്നില്ല, അത് ഇതാ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു, അത് ദയവേത് സ്വീകരിക്കണമെന്ന് പറയുകയാണ്. നമ്മൾ സ്വീകരിക്കാതിരിക്കുമോ? വേണ്ട, നമ്മൾ സ്വീകരിക്കുന്നു. നമ്മളത് നമ്മുടെ ബാഗിൽ സിബ് തുറന്നതിൽ വെക്കുന്നു. ഒപ്പം തന്നെ അടുത്ത ചോദ്യം, നമ്മളത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തണമോ എന്ന് ചോദിച്ചാലോ? തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. നമ്മൾ അത് ഏത് പീരീഡുമായിട്ടുള്ള വരുമാനമാണ് എന്ന് നമ്മൾ നോക്കുന്നില്ല. ഇർറെസ്പെക്റ്റീവ് ഓഫ് ദ പീരീഡ്, കാലഘട്ടം ഏതാണെന്ന് നോക്കാതെ ഒരു പ്രത്യേക വരുമാനം കിട്ടുന്ന സന്ദർഭത്തിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ അത് രേഖപ്പെടുത്തണമെന്നർത്ഥം. അതുപോലെ തന്നെയാണ് ഒരു ചെലവും. നമ്മൾ വൈദ്യുതി ബില്ല് അടയ്ക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തെ വർഷങ്ങളിലെ ബില്ല് നമ്മളിപ്പോൾ പോയിട്ട് അടയ്ക്കുകയാണ്. അടുത്ത ചോദ്യം, ബാഗിൽ നിന്നും പൈസ പോയി, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ഇത് രേഖപ്പെടുത്തണമോ? വേണം, തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. കാരണം ഇവിടെയും അതേ പദം തന്നെ, ഇർറെസ്പെക്റ്റീവ് ഓഫ് ദ പീരീഡ്. നമ്മൾ അടയ്ക്കുന്ന പേയ്മെന്റ്, ചെലവ്, അത് ഏത് പഴയ കാലഘട്ടമോ ഏത് വരാൻ പോകുന്ന കാലഘട്ടമോ ആകട്ടെ, നമ്മൾ യഥാർത്ഥത്തിൽ അത് ചെലവാക്കിയിട്ടുണ്ട് ഇപ്പോൾ എങ്കിൽ ആ തുക
രേഖപ്പെടുത്തണമെന്ന് അർത്ഥം. ഇനി അതുപോലെ തന്നെ തിരിച്ച് മറ്റൊരു ഉദാഹരണവും പറയാം. നമ്മളുടെ അടുത്തേക്ക് മറ്റൊരു സുഹൃത്ത്, ഒരു മെമ്പർ വരുന്നു. അദ്ദേഹം പറയുകയാണ്, മാമോ ഞാൻ നാളെ ഗൾഫിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് തന്നെ 2025 വരെ ഞാൻ ഈ നാട്ടിലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല, സമ്പാദിച്ചിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ 2020 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ 5 കൊല്ലത്തെ സബ്സ്ക്രിപ്ഷൻ ഒരു മൊത്തം തുകയായിട്ട് മാമൻ സ്വീകരിക്കണം. വരുമാനമാണ്. റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തണമോ? തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. അത് 2020 തുകയല്ലെങ്കിൽ പോലും നമുക്കിപ്പോൾ ആ തുക ലഭിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഇറസ്പെക്റ്റീവ് ഓഫ് ദ പീരീഡ്, കാലഘട്ടം ഏതെന്ന് നോക്കാതെ നമുക്ക് അത് രേഖപ്പെടുത്താവുന്നതാണ്. റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ വളരെ വളരെ ഗൗരവമേറിയ മറ്റൊരു പ്രത്യേകതയാണ് ഇനി പറയാൻ പോകുന്നത്. ഇറ്റ് റെക്കോർഡ്സ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ്. എന്താണ് ക്യാപിറ്റൽ ഐറ്റം, എന്താണ് റവന്യൂ ഐറ്റം? ഇതും ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കിയാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. ലളിതമായ രീതിയിൽ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ സവിശേഷതകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കപ്പലണ്ടി കച്ചവടക്കാരൻ്റെ ഉദാഹരണം എടുത്തുകൊണ്ടാണ് ഞാനത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ ഒരു കപ്പലണ്ടി കച്ചവടക്കാരൻ എന്ന് പറയുന്നത് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ല. വാസ്തവത്തിൽ പ്രോഫിറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു കച്ചവടക്കാരനാണ്. എന്നിരുന്നാലും നമ്മൾ ഇനി പറയാൻ പോകുന്ന പല വസ്തുതകളെയും ലളിതമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കപ്പലണ്ടി കച്ചവടക്കാരനെയാണ് നമ്മൾ ഉദാഹരണത്തിൽ സൂചിപ്പിക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് പച്ച കപ്പലണ്ടി കടയിൽ നിന്ന് വാങ്ങുന്നു. അത് വറുക്കാനായിട്ടുള്ള ഇന്ധനവും മണ്ണെണ്ണ നമ്മൾ വാങ്ങിക്കുന്നു. നമ്മളത് ഒരു പാത്രത്തിലിട്ട് വറുത്ത് നമ്മൾ വിൽക്കുന്നു. ഒരു ദിവസം നമ്മൾ 80 രൂപയ്ക്ക് പച്ച കപ്പലണ്ടി വാങ്ങുന്നു. അത് വറുക്കാനായിട്ട് മണ്ണെണ്ണയ്ക്കായിട്ട് 20 രൂപയ്ക്ക് നമ്മൾ മണ്ണെണ്ണയും വാങ്ങുന്നു. കപ്പലണ്ടി ചൂടാറാതിരിക്കാനായിട്ട് നമുക്കൊരു ചില്ലിൻ്റെ ഒരു ഗ്ലാസ് ബോട്ടിൽ വാങ്ങി അതിലിട്ട് വെച്ചാലോ എന്ന് കരുതിക്കൊണ്ട് നമ്മളൊരു ഗ്ലാസ് ബോട്ടിൽ വാങ്ങിക്കുകയാണ്. ആ ഗ്ലാസ് ബോട്ടിലിലേക്ക് നമ്മൾ ഇട്ട് വയ്ക്കുന്നു. ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിലിട്ട് വയ്ക്കുന്നു. ഗ്ലാസ് ബോട്ടിലിൻ്റെ വില 30 രൂപ. നമ്മൾ എത്ര രൂപ ചിലവാക്കി ഇന്ന്? ഒരിക്കൽ കൂടി പറയാം. പച്ചക്കപ്പലണ്ടിക്ക് 80 രൂപ, 20 രൂപയുടെ ഇന്ധനം നമ്മൾ കത്തിക്കാനായിട്ട് ഉപയോഗിച്ചു. ബോട്ടിലിന് 30 രൂപ, അതായത് 80 + 20 + 30 130 രൂപ ചിലവാക്കിയിരിക്കുന്നു. നമ്മൾ അന്ന് വൈകുന്നേരം തന്നെ പല ആളുകൾക്കായി 150 രൂപയ്ക്ക് വിൽക്കുകയാണ്. നമ്മൾ വിറ്റഴിക്കുന്നത് കപ്പലണ്ടിയാണ്. ബോട്ടിൽ നമ്മളുടെ കയ്യിൽ തന്നെയുണ്ട്. നമുക്ക് എത്ര ലാഭമുണ്ട് എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും? ചെലവ് 130 രൂപ, വരവ് 150 രൂപ. അതായത് വരവും ചെലവും തമ്മിലുള്ള വ്യത്യാസം 150 - 130 = 20. 20 രൂപയാണ് ലാഭം എന്ന് പറയും. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ പറഞ്ഞാൽ ആ ഉത്തരം തെറ്റാണ്. തെറ്റാണ് എന്ന് പറയാൻ കാരണം എന്താണ്? കപ്പലണ്ടിയുടെ ചെലവും ഇന്ധനത്തിൻ്റെ ചെലവും ഗ്ലാസ് ബോട്ടിലിൻ്റെ ചെലവും നമുക്ക് ചെലവായിട്ട് വന്നതാണെങ്കിലും കപ്പലണ്ടി വിൽക്കുന്നതിലൂടെ കപ്പലണ്ടി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ധനം കത്തിക്കുന്നതിലൂടെ ഇന്ധനവും നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് 80 രൂപയുടെ കപ്പലണ്ടിയും 20 രൂപയുടെ ഇന്ധനവുമായ 100 രൂപയാണ്. നമ്മൾ വിൽപ്പന നടത്തുന്നത് കപ്പലണ്ടി മാത്രമാണ്, ബോട്ടിൽ അടക്കമല്ലല്ലോ നമ്മൾ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോട്ടിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെടാത്ത ഒന്നിനെ, അല്ലെങ്കിൽ ഭാവിയിൽ വീണ്ടും പുനരുപയോഗത്തിന്, അടുത്ത കാലഘട്ടങ്ങളിലേക്ക് പുനരുപയോഗത്തിന് സാധ്യമായ സാമഗ്രികൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ അവ നഷ്ടപ്പെടുന്നില്ല. ദീർഘകാല ഉപയോഗത്തിന് അത് കഴിയുമെന്ന് കാണാം. അതുകൊണ്ട് അതിനെ ഒരു ചിലവായിട്ട് കണക്കാക്കണമോ വേണ്ടയോ എന്നതാണ് വിഷയം. തീർച്ചയായിട്ടും ചിലവായിട്ട് കണക്കാക്കാം. പക്ഷേ അത്തരം ചിലവിനെ വ്യത്യസ്തമായൊരു പേരിലാണ് നമ്മൾ വിശേഷിപ്പിക്കുക. അത്തരം ചിലവുകളെ ക്യാപിറ്റൽ ചിലവുകൾ എന്ന് വിശേഷിപ്പിക്കുന്നു, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇവിടുത്തെ 3 ചിലവുകളിൽ ആദ്യത്തെ 2 ചിലവുകളായ കപ്പലണ്ടിയുടെ ചിലവും ഇന്ധനത്തിൻ്റെ ചിലവും റവന്യൂ ചിലവുകളായിട്ടും, അതേസമയം അത് സംഭരിക്കാനുള്ള ബോട്ടിലിൻ്റെ ചിലവായ 30 രൂപ നമ്മൾ ക്യാപിറ്റൽ ചിലവുമായിട്ടാണ് കണക്കാക്കുന്നതെന്ന് അർത്ഥം. ലാഭം കണ്ടെത്താനായിട്ട് ശരിയായ രീതിയിലുള്ള ഒരു സമവാക്യം, ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ വരവ് മൈനസ് ചെലവ് അല്ല. അതിന് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു.
അതായത് റവന്യൂ വരവ് മൈനസ് റവന്യൂ ചെലവ് എന്നർത്ഥം. നമുക്ക് വരവ് ഒരു തരത്തിലുള്ള വരവേ ഉണ്ടായിട്ടുള്ളൂ, അതായത് 150 രൂപ പല ഉപഭോക്താക്കളിൽ നിന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെലവാകട്ടെ നമുക്ക് രണ്ട് തരത്തിലുണ്ട്, ക്യാപിറ്റൽ ചെലവുമുണ്ട്, റവന്യൂ ചെലവുമുണ്ട്. അതിൽ റവന്യൂ ചെലവ് മാത്രം പരിഗണിക്കുകയാണെങ്കിൽ 80 + 20 100 rupees ആണ്. അപ്പോൾ റവന്യൂ വരവ് മൈനസ് റവന്യൂ ചെലവാണ് ലാഭം എന്നിരിക്കെ നമ്മളുടെ ലാഭം 150 - 100 rupees, അതായത് 50 rupees ഉണ്ടെന്ന് കാണാം. ഇത്രയും വിശദീകരിച്ചതിൽ നിന്നും എന്താണ് ക്യാപിറ്റൽ സ്വഭാവത്തിലുള്ള വരവ് ചെലവ്, അതുപോലെ എന്താണ് റവന്യൂ സ്വഭാവത്തിലുള്ള വരവ് ചെലവ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന് കരുതട്ടെ. എന്തായാലും ഒരു റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ ഒരു അക്കൗണ്ടൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനം വളരെ ലളിതമാണ്. അദ്ദേഹം വരവോ ചെലവോ എന്തോ ആകട്ടെ, അവ ക്യാപിറ്റൽ സ്വഭാവത്തിലുള്ളതാണോ റവന്യൂ സ്വഭാവത്തിലുള്ളതാണോ എന്ന് അന്വേഷിക്കേണ്ടതില്ല. ക്യാപിറ്റൽ സ്വഭാവത്തിലുള്ളതായാലും റവന്യൂ സ്വഭാവത്തിലുള്ളതായാലും അദ്ദേഹത്തിന് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ രേഖപ്പെടുത്താവുന്നതാണ്. റെസീപ്റ്റുകൾ റെസീപ്റ്റ് സൈഡിലും പേയ്മെൻറ്റുകൾ പേയ്മെൻറ്റ് സൈഡിലും രേഖപ്പെടുത്തണമെന്ന് മാത്രം. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് നോൺ ക്യാഷ് ഐറ്റംസ് ആർ നോട്ട് റെക്കോർഡഡ്. എന്താണ് നോൺ ക്യാഷ് ഐറ്റം എന്ന് നോക്കാം. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം, അൺഏൺഡ് ഇൻകം, ഡിപ്രീസിയേഷൻ തുടങ്ങിയ ഇനങ്ങളെയാണ് നമ്മൾ നോൺ ക്യാഷ് ഐറ്റം എന്ന് വിശേഷിപ്പിക്കുന്നത്. ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. നിങ്ങൾ ഒരു ക്ലബിൻ്റെ അക്കൗണ്ടൻ്റ് ആണെന്ന് കരുതുക. ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കുള്ള വൈദ്യുതി ബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. ആ കാലഘട്ടം പൂർത്തീകരിക്കുന്നതുവരെയും ആ ബിൽ നിങ്ങൾ അടയ്ക്കുന്നില്ല എന്നും കരുതുക. ഇത്തരമൊരു ചെലവിനെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ക്ലബിലുള്ള ഒരു മെമ്പർ താൻ അടയ്ക്കേണ്ടതായ മാസവരി നിശ്ചിത കാലഘട്ടത്തിനുള്ളിൽ അടയ്ക്കുന്നില്ല എന്നും കരുതുക. അത്തരം ഒരു വരുമാനത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം അഥവാ അക്രൂഡ് ഇൻകം എന്നാണ് വിശേഷിപ്പിക്കുക. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസുകളും ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം അഥവാ അക്രൂഡ് ഇൻകങ്ങളും ഇതിൽ രേഖപ്പെടുത്തുന്നില്ല. കാരണം വളരെ ലളിതമാണ്. രണ്ട് സാഹചര്യത്തിലും പണത്തിൻ്റെ വരവോ പണത്തിൻ്റെ പോക്കോ സംഭവിക്കുന്നില്ല എന്നത് തന്നെ. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ രേഖപ്പെടുത്താത്ത മറ്റൊരിനമാണ് ഡിപ്രീസിയേഷൻ, അപ്രീസിയേഷൻ എന്നിവ. ഡിപ്രീസിയേഷൻ ആകട്ടെ അപ്രീസിയേഷൻ ആകട്ടെ രണ്ട് സാഹചര്യത്തിലും പണത്തിൻ്റെ വരവോ പോക്കോ ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് അത് രേഖപ്പെടുത്താത്തതിൻ്റെയും കാരണം. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് ഇറ്റ് ബിഗിൻസ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ആൻഡ് ഇറ്റ് എൻഡ്സ് വിത്ത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക്. അതായത് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ആരംഭിക്കുന്നത് ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ഓപ്പണിംഗ് ബാലൻസിലൂടെയും റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് അവസാനിപ്പിക്കുന്നത് ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ക്ലോസിംഗ് ബാലൻസിലൂടെയുമാണെന്ന് അർത്ഥം. ഒരു കൊച്ചു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ബാങ്ക് ഇടപാടുകൾ ഉണ്ടാകണമെന്നില്ല. എന്നാൽ വലിയ ഹോസ്പിറ്റലുകൾ, ക്ലബ്ബുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അവയ്ക്ക് ബാങ്കിങ് ഇടപാടുകൾ ഉണ്ടായിരിക്കും. പണം മുഴുവൻ ബാഗിൽ സൂക്ഷിച്ചു വെക്കുകയല്ലല്ലോ വലിയ വലിയ സ്ഥാപനങ്ങൾ ചെയ്യുക. പണത്തിൻ്റെ ഒരു വലിയ ഭാഗം അവർ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. അപ്പോൾ ബാങ്കിൽ നിക്ഷേപിച്ച പണത്തെയും പണമായിട്ട് കണക്കാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ യഥാർത്ഥ കറൻസി ക്യാഷും ഒപ്പം തന്നെ നമ്മളുടെ ബാങ്ക് ബാലൻസും ഓപ്പണിംഗ് ബാലൻസായും ക്ലോസിംഗ് ബാലൻസായും യഥാസ്ഥാനങ്ങളിൽ കാണിക്കണമെന്നതാണ് മറ്റൊരു നിർദ്ദേശം. മറ്റൊരു സവിശേഷതയാണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഫോളോസ് ക്യാഷ് സിസ്റ്റം. അക്കൗണ്ടിംഗ് സിസ്റ്റങ്ങളിൽ, അക്കൗണ്ടിംഗ് രേഖപ്പെടുത്തലുകളിലെ രണ്ട് പ്രധാനപ്പെട്ട രീതികളാണ്. ഒന്ന് ക്യാഷ് സിസ്റ്റം, രണ്ട് അക്രൂവൽ സിസ്റ്റം. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ അക്രൂഡ് ഇൻകമുകളും ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസുകളും രേഖപ്പെടുത്തില്ല എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് തന്നെ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ക്യാഷ് സിസ്റ്റം സമ്പ്രദായമാണ് പിന്തുടരുന്നതെന്ന് പറയാം. ഇനി പരീക്ഷയ്ക്ക് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കാനായി ഒരു തകർപ്പൻ ടിപ്പ് തരാം.
ആദ്യമായി തന്നിരിക്കുന്ന ചോദ്യത്തിൽ നോക്കുക. അതിൽ സ്ഥാപനത്തിൻ്റെ കേഷ്യറുടെ ക്യാഷ് ബോക്സിലെ പണം അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ബാങ്കിലെ പണത്തിന് വർധനവോ കുറവോ ഉണ്ടാക്കാത്ത എല്ലാ ഇനങ്ങളും വെട്ടിക്കളയുക. 2. മറ്റുള്ള ട്രാൻസാക്ഷനെ റെസീപ്റ്റ് പേയ്മെൻറ്റ് അഥവാ വരവ് ചെലവ് എന്നിങ്ങനെ 2 ആയി തരംതിരിക്കുക. 3. വരവുകൾ അഥവാ റെസീപ്റ്റുകൾ ഡെബിറ്റ് സൈഡിലും ചെലവുകൾ അഥവാ പേയ്മെൻറ്റുകൾ ക്രെഡിറ്റ് സൈഡിലും എഴുതുക. 4. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്, ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് എന്നിവ ഡെബിറ്റ് സൈഡിൽ അഥവാ റെസീപ്റ്റ് സൈഡിൽ ആദ്യത്തെ ഇനമായി ചേർക്കുക. അവസാനമായി ക്ലോസിംഗ് ക്യാഷ് ബാലൻസ്, ക്ലോസിംഗ് ബാങ്ക് ബാലൻസ് ഇനങ്ങൾ പേയ്മെൻറ്റ് അഥവാ ക്രെഡിറ്റ് സൈഡിൽ അവസാന ഇനമായും രേഖപ്പെടുത്തുക. തീർന്നു. എത്ര എളുപ്പം! ഇത്രയും നേരം നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അഥവാ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ഫൈനൽ അക്കൗണ്ടുകളിലെ ഒരു പ്രധാന അക്കൗണ്ടായ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിനെ പറ്റിയായിരുന്നു. മറ്റ് 2 അക്കൗണ്ടുകളെ പറ്റി കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിലൊന്നാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, രണ്ടാമത്തേതാണ് ബാലൻസ് ഷീറ്റ്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകളെ പറ്റിയിട്ടുള്ള വിശദമായ ക്ലാസ് അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഏവർക്കും നമസ്കാരം.